അപ്പോൾ ഡോക്ടേഴ്സ് ദിനമായിട്ട് ഇന്ന് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിനെ വൺ ന്യൂസിന്റെ ഒരു ആദരവ് നൽകുകയാണ്. വൺ ന്യൂസിന്റെ പേരിലുള്ള ഒരു ആദരവ്. ഇനി എന്നും ഈ നാടിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാനും ഈ നാടിനൊപ്പം നിൽക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടേഴ്സ് ദിനമായിട്ട് വൺ ന്യൂസിന്റെ ഒരു ആദരവാണ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിന്. താങ്ക് യു. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ലോകമറിയുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഡോക്ടർ BC റോയിയുടെ ചരമദിനമായിട്ടാണ് ഈ ജൂലൈ 1 ചരമവും ജനനവും ഈ ദിവസമാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഈ പെരിന്തൽമണ്ണയിലെ എല്ലാവർക്കും അറിയുന്ന ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറുണ്ട്. അദ്ദേഹം IMAയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുകൂടാതെ ഈ പെരിന്തൽമണ്ണക്കാർക്ക് പ്രത്യേകിച്ച് ഷാജി ഡോക്ടറെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ഇവിടെയുള്ള സമൂഹത്തിന് എല്ലാവർക്കും നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഈ ഡോക്ടേഴ്സ് ഡേ നിങ്ങൾ പറഞ്ഞതുപോലെ ഡോക്ടർ BC റോയിയുടെ സ്മരണയ്ക്കായി നമ്മൾ ആചരിക്കുന്നത് ദിനമാണ്. ഈ ഡോക്ടേഴ്സ് ഡേക്ക് നമ്മളെ ഡോക്ടർമാരുടെ പ്രയത്നത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ രോഗികളെ പരിചരിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഡോക്ടർ സമൂഹം. ആ ഡോക്ടർമാരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഡേ ആണ് ഡോക്ടേഴ്സ് ഡേ. അപ്പം ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും എന്നെ വിളിച്ച് വിഷ് ചെയ്യുകയും സമ്മാനങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിന്റെ ദിനമാണ് ആക്ച്വലി ഡോക്ടേഴ്സ് ഡേ ഡോക്ടർമാർക്ക്. അപ്പൊ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ ഫെലോ ഡോക്ടേഴ്സിനോടാണ്. നമ്മൾ കൂടുതൽ ജനകീയരായി, കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നമ്മളുടെ പ്രശ്നങ്ങളും അവരെടുത്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഫെലോ ഡോക്ടേഴ്സിനോട് പറയാനുള്ളത്. ജനങ്ങളോട് പറയാനുള്ളത്, ഡോക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർമാർ ദൈവമല്ല, ദൈവതുല്യരുമല്ല. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം വളരെ സിൻസിയറായിട്ട് നമ്മൾ എല്ലാ രോഗികൾക്കും വേണ്ടി ചെയ്യും. പക്ഷെ എല്ലാം എപ്പോഴും ഫലിക്കണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഡോക്ടർമാരുടെ അടുത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പെരുപ്പിച്ച് കാട്ടി ഈ ഡോക്ടർ സമൂഹത്തെ നിർജീവമാക്കാനോ അപമാനിക്കാനോ ശ്രമിക്കരുത്. നിങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം നിൽക്കണം. കാര്യം ഞങ്ങൾ എപ്പോഴും 100% സിൻസിയറായിട്ടായിരിക്കും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഇടപെടുന്നത്. അത് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇപ്പോൾ പുതിയ സംസ്ഥാന സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഒരുപക്ഷെ IMAയുമായി സഹകരിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ പല രോഗങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞു. അതുകൂടാതെ പല രോഗങ്ങളും ഭയപ്പെടുത്തുന്ന തരത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ രോഗങ്ങളെ ചെറുക്കാൻ പൊതുജനങ്ങൾ കൂടി കുറച്ച് കരുതേണ്ടി വരും. അവർക്ക് നൽകാവുന്ന ഇത്തരം രോഗങ്ങൾ നമ്മൾ നേരത്തെ ഒന്നും കേട്ടിട്ടില്ലാത്ത, നമുക്ക് ഒരിക്കൽ കോവിഡ് വന്നു, അത് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ വരണമെങ്കിൽ അതിനെ തടയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അവർക്ക് കൊടുക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ പൊതുജനങ്ങൾ എപ്പോഴും ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കൂടുതൽ ജലജന്യ രോഗങ്ങളാണ്, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ എൻവയോൺമെന്റ് എല്ലാം തീർച്ചയായിട്ടും നമ്മൾ ശുദ്ധമായി വെക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല ആഹാരം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ലൊരു ആക്റ്റീവ് ആവുക. നമ്മളെ ജനങ്ങളെല്ലാം ആക്റ്റീവ് ആവുക. ഏത് രോഗങ്ങളെയും നമുക്ക് സ്വന്തം ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിടിച്ചു കെട്ടാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ജനങ്ങൾ എപ്പോഴും ഡോക്ടർമാരോടും ഹോസ്പിറ്റലിനോടും സഹകരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ റിസർച്ച് ചെയ്യാനും കൂടുതൽ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാനും ഡോക്ടർമാർക്ക് സാധിക്കും. ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഡോക്ടേഴ്സ് ഡേ ആയിട്ട് പെരിന്തൽമണ്ണ IMA വലിയ പരിപാടികളൊക്കെയാണ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് തുടർന്നും എന്തൊക്കെയാണ് സാമൂഹ്യ സേവന രംഗത്ത് ഈ പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്ന പല ഡോക്ടർമാരെയും നമുക്കറിയാം. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ദിനമായിട്ട് നിങ്ങൾ IMAയുടെ ഭാഗത്ത് ഈ പെരിന്തൽമണ്ണ ബ്രാഞ്ച് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇപ്പോൾ IMA എപ്പോഴും സാമൂഹിക പ്രവർത്തനത്തിന് വളരെ ഊന്നൽ നൽകുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ സംഘടന പെരിന്തൽമണ്ണയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് കേരള ഇനീഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പ്രിവെന്റീവ് കാര്യങ്ങൾ, അതായത് ഈ ജലജന്യ രോഗങ്ങളോ അല്ലെങ്കിൽ കൊതുക് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളോ ഒക്കെ തടയാനായിട്ടുള്ള മുൻകരുതലുകളിലും ഹെൽത്ത് എഡ്യൂക്കേഷനും നമ്മുടെ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്. എപ്പോഴും IMA പെരിന്തൽമണ്ണ ജനങ്ങൾക്കൊപ്പമാണ്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഞങ്ങൾ ഡോക്ടർമാരെല്ലാം ഒരു 7:30 ഞങ്ങളുടെ IMA ഹൗസിൽ ഒത്തുചേരുകയും വിവിധ കലാപരിപാടികളും പിന്നെ നമ്മുടെ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ വിപുലമായ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലും ഞങ്ങൾ എപ്പോഴും പേഷ്യന്റിന് മുൻഗണന കൊടുത്തിട്ടാണ് ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും. ഈവൻ ഞങ്ങളുടെ ആഘോഷങ്ങളിലും പേഷ്യന്റ് ഫസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പേഷ്യന്റിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങി അവർക്ക് വേണ്ടി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഏതായാലും ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ നൽകിയ സന്ദേശം, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് നൽകിയ സന്ദേശം പ്രേക്ഷകർ പ്രത്യേകം എടുത്തു പറയുക. രോഗികളോട് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ ദൈവങ്ങളല്ല ഈ ഡോക്ടർമാര്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. രോഗികൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, മരണപ്പെടുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണങ്ങളുണ്ടാകും. പക്ഷേ പെട്ടെന്ന് ബന്ധുക്കളൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആശുപത്രി തല്ലി തകർക്കുക, ഡോക്ടറുടെ എതിരെ തിരിയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ ദൈവങ്ങളല്ല. അവർ ചെയ്യാവുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. ഒരു രോഗിയെയും ഒരിക്കലും ഒരു ഡോക്ടറും അങ്ങനെയാണ് ഒരു രോഗിക്കെതിരെ ഒരു തരത്തിലുള്ള ഇതൊന്നും ചെയ്യില്ല എന്നത് വാസ്തവമാണ്. അപ്പോൾ ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേയായിട്ട് അദ്ദേഹം ഡോക്ടർമാർക്കും പൊതുജനങ്ങൾക്കുമായി നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഡോക്ടേഴ്സ് ദിനം ഇന്ന് മാത്രമല്ല, ഈ സാമൂഹ്യ സേവന രംഗത്ത് പെരിന്തൽമണ്ണക്കാർക്ക് ഓർത്തിരിക്കാൻ നിങ്ങളൊക്കെ എന്നുമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് എല്ലാവരും പോകേണ്ടതാണ്. അപ്പോൾ അങ്ങ് പോകുമ്പോൾ ഓരോരുത്തരെയും ഈ വഴി പോകുമ്പോൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കാണുമ്പോൾ ഈ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഡോക്ടർ ഷാജി ഡോക്ടറുടെ ആശുപത്രിയാണ്. അപ്പുറത്തെ കൂടി പോകുമ്പോൾ രാംദാസ് ഡോക്ടർ ആശുപത്രിയാണ്. അങ്ങനെ ഓരോരുത്തരും ഓർത്തു വെക്കും വരുന്ന തലമുറ. ഏതായാലും ഇനിയും ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമാവുന്നതായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.